നമസ്കാരം സുഹൃത്തുക്കളെ, നാടോടി കണ്ടതും കേട്ടതും എന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഒരുപക്ഷെ പറക്കും തളികളെപ്പറ്റിയും അന്യഗ്രഹ ജീവികളെപ്പറ്റിയും ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ചകൾ ദിനം പ്രതി എന്നോണം നടക്കുന്നത് അമേരിക്കയിലെ ന്യൂമെക്സിക്കോ സംസ്ഥാനത്തുള്ള റോസ്വെൽ എന്ന പട്ടണത്തിലായിരിക്കും. കാരണം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 1947 ഈ പട്ടണത്തിനടുത്ത് ഒരു പറക്കം തളിക തകർന്നു വീണിട്ടുണ്ടെന്നും അതിൽ അന്യഗ്രഹ ജീവികളുണ്ടായിരുന്നെന്നും അമേരിക്കൻ ഗവൺമെൻറ്റും സൈന്യവും ചേർന്ന് ഇതെല്ലാം മൂടി വച്ചിരിക്കുകയാണെന്നുമുള്ള വിശ്വാസവും അതിന് ഉപോത്ബലകമായി നിരത്തപ്പെടുന്ന തെളിവുകളുമാണ്. റോസ്വെൽ ഇൻസിഡൻറ്റ് അഥവാ റോസ്വെൽ സംഭവം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇപ്പോൾ അവിടെ ഒരു മ്യൂസിയമുണ്ട്, UFO മ്യൂസിയം. UFO എന്ന് വെച്ചാൽ അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഓബ്ജക്റ്റ്. ആദ്യകാലത്തൊക്കെ ഫ്ലൈയിങ് സോസർ അഥവാ പറക്കുംതളിക എന്നുപയോഗിച്ചിരുന്ന പേരിന് പകരം ഇപ്പോൾ നിലവിലുള്ളത് അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഓബ്ജക്റ്റ് എന്ന പേരാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ ഈ മ്യൂസിയത്തിൽ പോയിരുന്നു. എൻ്റെ ഈ സന്ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രസൻറ്റേഷൻ. ജൂലൈ 4 രാത്രി റോസ്വെൽ പട്ടണത്തിന് 60 മൈൽ വടക്കു പടിഞ്ഞാറുള്ള ഒരു റാഞ്ചിൽ മാക് ബ്രാസൽ എന്നയാൾ ഒരു വിചിത്ര സ്ഫോടന ശബ്ദം കേട്ടു. റാഞ്ച് എന്ന് പറഞ്ഞാൽ കന്നുകാലി വളർത്തൽ കേന്ദ്രം. ആയിരക്കണക്കിന് ഏക്കർ സ്ഥലത്ത് പരന്നു കിടക്കുന്ന പുൽപ്രദേശമാണ് റാഞ്ച് എന്ന് പറയുന്നത്. പിറ്റേ ദിവസം രാവിലെ ഈ മാർക്ക് ബ്രാസൽ തൻ്റെ കുതിരപ്പുറത്ത് കയറി റാഞ്ചിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ തലേന്ന് രാത്രി ആകാശത്ത് നിന്ന് തകർന്നു വീണ ആ വസ്തുവിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടു. ഒരു 3/4 മൈൽ നീളം 100 കണക്കിന് അടി വീതിയുള്ള വിസ്തൃതമായ പ്രദേശത്താണ് ഈ അവശിഷ്ടങ്ങൾ പരന്നു കിടന്നിരുന്നത്. ഈ മാക് ബ്രാസൽ അവശിഷ്ടങ്ങളുടെ കുറേ ഭാഗങ്ങളെടുത്ത് ഒരു ഷെഡിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു. ഈ സംഭവം നടക്കുന്നത് റോസ്വെൽ പട്ടണത്തിന് 60 മൈൽ ദൂരം എന്ന് പറഞ്ഞല്ലോ. അതിന് ഏറ്റവും അടുത്തുള്ള പട്ടണത്തിൻ്റെ പേര് കൊറോണ എന്നാണ്. അത് കൊറോണ തന്നെ. പക്ഷേ ഇതിനെപ്പറ്റിയുള്ള ഇൻവെസ്റ്റിഗേഷനൊക്കെ പിന്നെ നടന്നതും ഇതിനെപ്പറ്റിയുള്ള സംഭവങ്ങളൊക്കെ റോസ്വെൽ പട്ടണം കേന്ദ്രമാക്കി നടന്നതുകൊണ്ടും റോസ്വെൽ ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ റോസ്വെൽ സംഭവം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതിൻ്റെ പിറ്റേ ദിവസം ഈ മാക് ബ്രാസൽ ഈ അവശിഷ്ടങ്ങൾ കണ്ടതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം റോസ്വെല്ലിലുള്ള കൗണ്ടി ഷെരീഫിൻ്റെ ഓഫീസിലെത്തി ഈ വിവരം അറിയിച്ചു. കൗണ്ടി ഷെരീഫ് കൗണ്ടി എന്ന് പറയുന്നത് ജില്ല, നമ്മുടെ നാട്ടിലെ ജില്ലയ്ക്കാണ് ഇവിടെ കൗണ്ടി എന്ന് പറയുന്നത്. കൗണ്ടി ഷെരീഫ് എന്ന് പറയുന്നത് ഒരു ഇലക്റ്റഡ് ഒഫീഷ്യലാണ്. കോടതി വിധികൾ നടപ്പാക്കുക, നിയമവാഴ്ച ഉറപ്പാക്കുക എന്നൊക്കെയാണ് ഈ കൗണ്ടി ഷെരീഫിൻ്റെ ഉത്തരവാദിത്തങ്ങൾ. ഈ കൗണ്ടി ഷെരീഫ് മാക് ബ്രാസലിനൊപ്പം ഈ റാഞ്ച് സന്ദർശിച്ചു. എന്നിട്ട് കുറേ അവശിഷ്ടങ്ങൾ അദ്ദേഹം ശേഖരിച്ചു. എന്നിട്ട് അദ്ദേഹം റോസ്വെല്ലിലെത്തിയിട്ട് റോസ്വെൽ ആർമി എയർഫീൽഡിൻ്റെ ഓഫീസിൽ വിവരം അറിയിച്ചു. കൂടാതെ അടുത്തുള്ള ഒരു റേഡിയോ സ്റ്റേഷനിലും വിവരം അറിയിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം ഈ റോസ്വെൽ ആർമി എയർഫീൽഡിൽ നിന്ന് കുറേ ഓഫീസർമാർ ഈ സ്ഥലം സന്ദർശിച്ചു. അവരുടെ ട്രക്കിൽ കൊള്ളുന്നത്ര അവശിഷ്ടങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ഈ കൊണ്ടുവന്ന കുറേ സാധനങ്ങൾ ടെക്സസിലുള്ള മിലിറ്ററിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കും അയച്ചു. അതിൻ്റെ പിറ്റേ ദിവസം മിലിറ്ററി ഈ സ്ഥലം ഏറ്റെടുത്തു. അതിനുശേഷമാണ് ദുരൂഹതകൾ ആരംഭിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ മിലിറ്ററി ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു ഈ പറക്കും തളിക തകർന്നു വീണതായിട്ട്. അതോടുകൂടി റേഡിയോ സ്റ്റേഷനുകളിലും പത്രങ്ങളിലുമൊക്കെ ഈ വാർത്ത പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. രാജ്യത്തുള്ള പ്രധാനപ്പെട്ട പത്രങ്ങളിലും വിദേശത്തുള്ള പത്രങ്ങളിൽ പോലും ഈ വാർത്തകൾ വന്നു. എന്നാൽ ടെക്സസിലേക്ക് കൊണ്ടുപോയ അവശിഷ്ടങ്ങൾ പരിശോധിച്ചതിന് ശേഷം ടെക്സസിലുള്ള മിലിറ്ററിയുടെ മേലധികാരികൾ, എയർഫോഴ്സിൻ്റെ മേലധികാരികൾ പറഞ്ഞു, ഇത് പറക്കും തളികയല്ല, ഇതൊരു കാലാവസ്ഥാ ബലൂണിൻ്റെ അവശിഷ്ടങ്ങളാണ്.
കാലാവസ്ഥാ ബലൂണും അതിനോട് ഘടിപ്പിച്ചിരുന്ന റേഡാർ റിഫ്ലക്ടറുകളുടെയും അവശിഷ്ടങ്ങളാണ് ഈ കിട്ടിയതെന്നും അതുകൊണ്ട് ഇത് പറക്കം തെളിയല്ല. അങ്ങനെ പറക്കം തെളിയ വീണു എന്നുള്ള വാർത്ത മിലിറ്ററി അപ്പാടെ നിഷേധിച്ചു. അതോടുകൂടി തൽക്കാലത്തേക്ക് ഈ സംഭവം പൊതുജന മധ്യതയിൽ നിന്ന് അപ്രത്യക്ഷമായി. ഈ സാഹചര്യ തെളിവുകൾ വെച്ചുള്ള പൊതുവികാരം ഗവൺമെൻറ്റും സൈന്യവും ചേർന്ന് ഈ സംഭവം സമർത്ഥമായി മൂടിവയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ്. എന്ന് മാത്രമല്ല, സൈന്യം പത്രക്കാരെ കാണിച്ചത് ആ സംഭവ സ്ഥലത്ത് നിന്ന് ശേഖരിച്ച അവശിഷ്ടങ്ങളല്ല, വേറെ ചില വസ്തുക്കളായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ സംഭവ സ്ഥലം സന്ദർശിച്ച മാക് ബ്രാസലിനെ സൈന്യം തങ്ങളുടെ ബേസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അനേക ദിവസം തുടർച്ചയായിട്ട് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തു വന്ന വ്യക്തി വേറൊരാളായിരുന്നു. എന്നുവെച്ചാൽ വേറൊരാളായിട്ടാണ് കാണപ്പെട്ടത്. താൻ നേരത്തെ പറഞ്ഞതൊക്കെ കള്ളമാണെന്നും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്നൊക്കെ അദ്ദേഹം പറയാൻ തുടങ്ങി. എന്ന് മാത്രമല്ല, ആ റേഡിയോ സ്റ്റേഷനിൽ ചെന്നും അദ്ദേഹം ഇതൊക്കെ പറഞ്ഞു. മാക് ബ്രാസൽ തൻ്റെ റാഞ്ചിൽ തിരിച്ചെത്തിയപ്പോഴേക്കും അവിടെ നിന്ന് ഇതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറ്റിക്കഴിഞ്ഞിരുന്നു. ഏതാണ്ട് 10 കാർഗോ വിമാനങ്ങൾ നിറയ്ക്കാൻ മാത്രം അവശിഷ്ടങ്ങൾ ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത്. അവിടെ നിന്നുള്ള അവശിഷ്ടങ്ങൾ മിലിറ്ററിയെ കൂടാതെ വേറെ ചിലരും ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അവർ ഇത് പരിശോധിച്ചു. ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കിയവർ പറഞ്ഞത് ഇത് ഒരു വിചിത്ര വസ്തുവാണ്, ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട വസ്തു അല്ല, മുറിക്കാനോ കത്തിക്കാനോ പൊളിക്കാനോ കഴിയാത്ത രീതിയിലുള്ളൊരു വസ്തുവാണെന്നാണ്. അതുകൊണ്ടാണ് ഈ പേടകം നിർമ്മിച്ചതെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഈ ജൂലൈ 4-ാം തീയതി രാത്രി വളരെ പ്രകാശമാനമായൊരു വസ്തു ആകാശത്ത് നിന്ന് താഴേക്ക് വീഴുന്നത് ദൂരെ സ്ഥലങ്ങളിലുള്ളവർ പോലും കണ്ടതായിട്ട് ഉള്ള ദൃക്സാക്ഷി വിവരണങ്ങളുമുണ്ട്. ഈ സംഭവവുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവരെയും കണ്ടും കേട്ടും അറിഞ്ഞ മറ്റ് 100 കണക്കിന് ആളുകളെയും മിലിറ്ററി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നും ജയിലിലടച്ചിട്ടുണ്ടെന്നും അങ്ങനെ അവരെ നിശബ്ദരാക്കിയെന്നുമാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ മിലിറ്ററിയുടെ ചോദ്യം ചെയ്യലിന് വിധേയരായ പലരും പിന്നീട് തങ്ങൾ പറഞ്ഞതൊക്കെ മാറ്റി പറഞ്ഞതായിട്ടും അവരുടെ പെരുമാറ്റത്തിൽ തന്നെ പ്രകടമായ വ്യത്യാസം കണ്ടതായിട്ടും പറയപ്പെടുന്നു. അങ്ങനെയൊക്കെ ഇത് പൊതുജന സമക്ഷത്തുനിന്ന് മുഖ്യധാരയിൽ നിന്ന് ഈ സംഭവം മറയ്ക്കപ്പെട്ടുവെങ്കിലും ആളുകളുടെ ഓർമ്മയിൽ നിന്ന് ഇത് പോയിട്ടില്ലായിരുന്നു. അവർ പിന്നാമ്പുറ കഥകളായിട്ട് കുടുംബാംഗങ്ങളോട് ഇതൊക്കെ വിവരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ കുടുംബാംഗങ്ങൾ അവരുടെ അനന്തര തലമുറയോട് ഇതേപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഈ സംഭവം മാധ്യമ ശ്രദ്ധയിലേക്കും പൊതുജന മധ്യത്തിലേക്കും വരുന്നത് 1970-കളിലാണ്, 30 വർഷത്തിന് ശേഷം. 100 കണക്കിന് പത്രപ്രവർത്തകരും ഗവേഷകരും വീണ്ടും ഈ സംഭവങ്ങൾ പഠിക്കാൻ തുടങ്ങി. ആദ്യകാലത്ത് പറക്കം തെളിയ മാത്രമായിരുന്നു പഠന വിഷയം. പിന്നീടത് ആ പറക്കം തെളിയക്കകത്തുണ്ടായിരുന്ന അന്യഗ്രഹ ജീവികളെ പറ്റി കൂടിയായി. 4 ജീവികൾ ഉണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. അതിലൊരെണ്ണത്തിന് ജീവനുണ്ടായിരുന്നെന്ന്. മിലിറ്ററി വളരെ വിദഗ്ധമായിട്ട് ഇതെല്ലാം മൂടിവെച്ചു എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. എന്നാൽ ഇത്തരം അനുമാനങ്ങളും ഊഹാപോഹങ്ങളും അല്ലാതെ ഈ അന്യഗ്രഹ ജീവികളുടെ ചിത്രങ്ങളൊന്നും ലഭ്യമല്ല. അതുകൊണ്ട് ഇത് എത്രമാത്രം വിശ്വാസയോഗ്യമാണെന്ന് പറയാൻ പറ്റില്ല. അന്ന് ഈ സംഭവങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നവരിൽ ജീവിച്ചിരിക്കുന്നവരെയും അവരുടെ 100 കണക്കിന് കുടുംബാംഗങ്ങളെയും ഈ പത്രപ്രവർത്തകരും ഗവേഷകരുമൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്നെല്ലാം കളക്ട് ചെയ്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പറക്കം തെളിയ, അതായത് ഈ ഫ്ലൈയിങ് സോസർ തിയറിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കൊണ്ട് ഒരുപാട് ലേഖനങ്ങളും പുസ്തകങ്ങളുമൊക്കെ എഴുതപ്പെട്ടു. അതുപോലെ തന്നെ ഏതാനും ചലച്ചിത്രങ്ങളും TV സീരീസുകളൊക്കെ ഉണ്ടായി. റോസ്വെല്ലിലെ ഈ UFO മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത് 1991-ലാണ്. ഈ മ്യൂസിയത്തിലെ പ്രദർശന വസ്തുക്കളിലൂടെ കടന്നു പോകുന്നത് രസകരമായൊരു അനുഭവമാണ്. 1947-ൽ ഈ റോസ്വെൽ സംഭവം നടന്നപ്പോൾ അന്ന് ജീവിച്ചിരുന്ന ആളുകൾ, ഇതുമായിട്ട് ഈ സംഭവമായിട്ട് ബന്ധമുണ്ടായിരുന്ന ആളുകൾ അവരുടെ അനന്തര തലമുറക്കാരോട് പറഞ്ഞ കാര്യങ്ങൾ പിൽക്കാലത്ത് അഫിഡവിറ്റിൻ്റെ രൂപത്തിൽ, സത്യവാങ്മൂലത്തിൻ്റെ രൂപത്തിൽ എഴുതി അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ ഈ കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞ കൗണ്ടി ഷെരീഫിൻ്റെ മകളുടെ മകൾ കൊടുത്ത ഒരു അഫിഡവിറ്റുണ്ട്. അതായത് കൗണ്ടി ഷെരീഫിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ തൻ്റെ മകളോട് പറഞ്ഞ കാര്യങ്ങളാണ് അഫിഡവിറ്റിൽ എഴുതിയിട്ടുള്ളത്. ഇതുപോലെ പല അഫിഡവിറ്റുകളും കാണാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് എന്തു പറ്റി, എങ്ങനെയാണ് സൈന്യം അവരെ ഭീഷണിപ്പെടുത്തിയത്, ആരൊക്കെ ദുരൂഹ സാഹചര്യത്തിൽ ആരെയൊക്കെ കാണാതായിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ അന്യഗ്രഹ ജീവികളുടെ ശരീര പരിശോധനയിൽ സഹായിച്ചിരുന്ന നഴ്സുമാരുടെ അഫിഡവിറ്റുകളുണ്ട്. അവരിൽ ചിലരും ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷരായിട്ടുണ്ട്. ഇതുകൂടാതെ വിവിധ വിവരണങ്ങളെ ആസ്പദമാക്കിയിട്ട് ആർട്ടിസ്റ്റുകളുടെ ഭാവനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന പ്രതിമകളും രൂപങ്ങളും ആശുപത്രി ദൃശ്യങ്ങളുമൊക്കെ ഉണ്ട്. അന്യഗ്രഹ ജീവികളെയും ഈ പറക്കും തെളികളെയൊക്കെ പറ്റി പഠിക്കുന്നവർക്ക്, ലോകത്തെമ്പാടുമുള്ളവർക്ക് ഈ റോസ്വെൽ മ്യൂസിയം ഒരു തീർത്ഥാടന കേന്ദ്രം മാതിരിയാണ്. ഇവിടെ എല്ലാ വർഷവും UFO ഫെസ്റ്റിവൽ ഉണ്ടാകാറുണ്ട്. 1997 ഇതിൻ്റെ 50-ാം വാർഷികം, റോസ്വെൽ സംഭവത്തിൻ്റെ 50-ാം വാർഷികം വളരെ വിപുലമായി ആഘോഷിക്കപ്പെട്ടിരുന്നു. അന്ന് 40,000-ഓളം പേരാണ് പങ്കെടുത്തത്. അതുപോലെ തന്നെ 2007 60-ാം വാർഷികവും 2017 70-ാം വാർഷികവും ആഘോഷിച്ചിരുന്നു. റോസ്വെൽ പട്ടണത്തിനാകെ ഈ സംഭവം കൊണ്ട് നല്ല സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ട്. ഇന്നതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ പറക്കും തെളിവുകൾ അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികൾ എന്നുള്ള തീം ആസ്പദമാക്കി അവിടെ പ്രദർശനശാലകളുണ്ട്, പരസ്യങ്ങളുണ്ട്. അതുപോലെ ഒരുപാട് ചിത്രങ്ങളും പ്രതിമകളും ഒക്കെ പട്ടണത്തിൻ്റെ നാനാഭാഗത്ത് കാണാം. റോസ്വെൽ സംഭവത്തെപ്പറ്റി അമേരിക്കൻ സൈന്യത്തിൻ്റെ പക്കലുള്ള രഹസ്യരേഖകളെപ്പറ്റി ഇന്നും ഊഹാപോഹങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത്. മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരോടെ പത്രപ്രവർത്തകർ ഈ സംഭവത്തെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്. ഏതാണ്ട് എല്ലാ പ്രസിഡന്റുമാരും തമാശ രൂപത്തിൽ മറുപടി പറഞ്ഞ് അത് ചിരിച്ചു തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രസിഡന്റ് ട്രംപിനോട് ഒരു പത്രപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ ഉത്തരം, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയില്ല, പക്ഷേ അത് വളരെ രസകരമാണ്, അല്ലെങ്കിൽ താല്പര്യം ജനിപ്പിക്കുന്നതാണ്. ഇൻട്രസ്റ്റിംഗ് എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അനേകം ഗവേഷകർ ഇപ്പോഴും ഈ സംഭവത്തെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ കള്ളം പറയുകയാണെന്ന് വിശ്വസിക്കുന്ന ജനങ്ങളും ഒരുപാടുണ്ട്. ഇനി എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന കാലത്ത് ആദ്യം ഒരു അമേരിക്കൻ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ ഞാൻ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന ഒരു അമേരിക്കക്കാരൻ ഒരു റിട്ടയേർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം വിമാനത്തിൽ ഇരുന്നുകൊണ്ട്, സൈനിക വിമാനത്തിലിരുന്നുകൊണ്ട് ഈ പറക്കും തെളികൾ കണ്ടിട്ടുണ്ടെന്ന്. ഈ പറക്കും തെളികൾ കണ്ട വിവരം അവരുടെ ബേസിലേക്ക് അറിയിച്ചപ്പോൾ ഉടൻ തന്നെ ബേസിലേക്ക് തിരിച്ചു വരാനാണ് ആവശ്യപ്പെട്ടതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പറക്കും തെളികൾ കൂടുതലായി കാണപ്പെട്ടു തുടങ്ങിയത് 1945 ശേഷമായിരുന്നാണ് പറയപ്പെടുന്നത്. 1945 ഭൂമിയിൽ ആദ്യമായിട്ട് ന്യൂക്ലിയർ പരീക്ഷണം നടന്നതും ആദ്യമായിട്ട് ആറ്റം ബോംബ് പ്രയോഗിക്കപ്പെട്ടതും. അമേരിക്ക ആദ്യമായിട്ട് ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയ സ്ഥലം റോസ്വെല്ലിന് 100 മൈൽ തെക്കുള്ള ഒരു മിസൈൽ റേഞ്ചിലായിരുന്നു. അത് ചിലപ്പോൾ ഒരു ആകസ്മികതയായിരിക്കാം. അങ്ങനെ റോസ്വെൽ സംഭവം ഒരു കടങ്കഥയായി ഇന്നും തുടരുന്നു. എന്നെങ്കിലും അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെയും സൈന്യത്തിൻ്റെയും പക്കലുള്ള രേഖകൾ പുറത്തുവിടുമെന്നും ഇതേപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളെ, എൻ്റെ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അയർലൻഡിലെ ഒരു പ്രത്യേക ടൂറിസ്റ്റ് അട്രാക്ഷനെ പറ്റിയാണ്. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.